ഗുഡ് മോർണിംഗ് യൂറോപ്പ്. ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. അഭയാർത്ഥി ഹോട്ടലുകൾ അടച്ചുപൂട്ടാൻ ലേബർ കൗൺസിലുകൾ. ലേബർ പാർട്ടി നയിക്കുന്ന വിറാൾ ടാംവർത്ത് കൗൺസിലുകൾ അഭയാർത്ഥികളെ പാർപ്പിക്കുന്ന ഹോട്ടലുകൾ അടച്ചുപൂട്ടുന്നതിനുള്ള നിയമപരമായ വെല്ലുവിളികൾ പരിഗണിക്കുന്നു. ഹോട്ടലുകൾക്ക് പകരം അഭയാർത്ഥികളുടെ അടിയന്തര താമസ സൗകര്യമായ മുൻ സൈനിക കേന്ദ്രങ്ങൾ പരിഗണിക്കുകയാണ് ഉദ്യോഗസ്ഥർ. ആഭ്യന്തര സെക്രട്ടറി എവെറ്റ് കൂപ്പർ തന്റെ പദ്ധതിയിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് വൃത്തങ്ങൾ വ്യക്തമാക്കി. എപ്പിക് ഫോറസ്റ്റിലെ കൺസർവേറ്റീവ് പാർട്ടി നയിക്കുന്ന അതോറിറ്റി ബെൽ ഹോട്ടലിൽ നിന്നും ആളുകളെ നീക്കം ചെയ്യുന്നതിനുള്ള താൽക്കാലിക ഹൈക്കോടതി ഉത്തരവ് നേടിയതിനെ തുടർന്ന് ഇവരെ നീക്കം ചെയ്യുന്നതിനുള്ള ഹൈക്കോടതി ഉത്തരവുകൾ പരിശോധിക്കുന്നുണ്ടെന്നും വിറാൾ ടാംവർത്ത് കൗൺസിലുകൾ വ്യക്തമാക്കി. കൗൺസിലുകളിൽ നിന്നും വിജയകരമായി നിരവധി വെല്ലുവിളികൾ ഉണ്ടായാൽ സർക്കാർ ബദൽ ഓപ്ഷനുകൾ നോക്കുന്നുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി ടാൻ ജാർവിസ് പറഞ്ഞതിന് പിന്നാലെയാണ് ഈ സംഭവ വികാസങ്ങൾ. മൂത്രാശയ അർബുദ രോഗികൾക്ക് ആശ്വാസ വാർത്ത. ഇംഗ്ലണ്ടിൽ മൂത്രാശയ അർബുദം ബാധിച്ച രോഗികൾക്ക് ആശ്വാസ വാർത്തയുമായി NHS. ഇവരിൽ 1000-ലധികം രോഗികൾക്ക് ഇപ്പോൾ രോഗത്തിൽ നിന്നുമുള്ള അതിജീവന നിരക്ക് ഇരട്ടിയാക്കുന്ന ഒരു ചികിത്സയ്ക്ക് അർഹതയുണ്ടായിരിക്കും. പെംബ്രോ ലിസുമാബ് ഉപയോഗിച്ചുള്ള എൻഫോർട്ടുമബ് വെബോർട്ടിൻ എന്ന ചികിത്സ വ്യാഴാഴ്ച മുതൽ NHS ഉപയോഗിക്കാൻ അംഗീകാരം ലഭിച്ചു. ദശകങ്ങളിൽ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന മുന്നേറ്റങ്ങൾ ഒന്നായി NHS മേധാവികൾ വിശേഷിപ്പിച്ച ഈ തെറാപ്പി വാഗ്ദാനം ചെയ്യുന്നത് ഇപ്പോഴത്തെ കണക്കു പ്രകാരം രാജ്യത്ത് ഉടനീളമുള്ള ഏകദേശം 1250 രോഗികൾക്കാകും. ഇംഗ്ലണ്ടിൽ ഓരോ വർഷവും 18,000 പേർക്ക് മൂത്രാശയ അർബുദമുണ്ടെന്ന് കണ്ടെത്തുന്നു. ഘട്ടം 4 മൂത്രാശയ അർബുദമുള്ളവരിൽ ഏകദേശം 10% പേർ മാത്രമേ രോഗനിർണയം നടത്തി 5 വർഷമോ അതിൽ കൂടുതലോ അതിജീവിക്കാൻ കഴിയൂ. സാധാരണ കീമോതെറാപ്പി നൽകുന്നവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മെറ്റാസ്റ്റേസൈസ് ചെയ്ത മൂത്രാശയ അർബുദമുള്ള ആളുകൾക്ക് കോമ്പിനേഷൻ ആന്റിബോഡി ചികിത്സ നൽകുമ്പോൾ ഇരട്ടിക്കാലം ജീവിക്കുമെന്നും പെംബ്രോ ലിസുമാബ് മരുന്നിന്റെ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ തെളിയിക്കുന്നുണ്ട്. സാൽമണും മാംസവും കഴിക്കുമ്പോൾ ജാഗ്രത വേണം. UK-യിലെ സുപ്രധാന സൂപ്പർ മാർക്കറ്റുകളിലൂടെ വിറ്റഴിച്ച സാൽമൺ, മാംസം എന്നിവയിൽ ഈക്കോളി, ലിസ്റ്റീരിയ എന്നീ 2 മാരക ബാക്ടീരിയകളുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ അപകട മുന്നറിയിപ്പ് നൽകി. പച്ചയും ശീതീകരിച്ചതും പാക്ക് ചെയ്തതുമായ 36 സാൽമൺ ഫില്ലറ്റുകളിൽ ലിസ്റ്റീരിയ എന്ന ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി എന്നാണ് ഫുഡ് സ്റ്റാൻഡേർഡ്സ് ഏജൻസി അറിയിച്ചിരിക്കുന്നത്. ഈ ഇനം ബാക്ടീരിയകൾക്ക് ആന്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട് എന്നതാണ് ഇവയെ കൂടുതൽ മാരകമാക്കുന്നത്. സമാനമായ രീതിയിൽ 108 സാൽമൺ ഫില്ലറ്റുകളിൽ ഈക്കോളിയ ബാക്ടീരിയകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒട്ടും മിക്ക ഈക്കോളി ബാക്ടീരിയകളും നിരുപദ്രവകാരികളാണെങ്കിലും ചിലവ വയറിളക്കം, യൂറിനറി ഇൻഫെക്ഷൻ, ന്യൂമോണിയ എന്നിവയ്ക്ക് കാരണമായേക്കാം. പനി, ക്ഷീണം, വയറിളക്കം എന്നിവയ്ക്ക് കാരണമാകുന്ന ഈ ഇനം ബാക്ടീരിയകൾ അത്യന്തം ഗുരുതരാവസ്ഥയിലേക്ക് ഉപഭോക്താവിനെ നയിക്കുകയും അത് മരണത്തിന് വരെ കാരണമായേക്കാം. ഇവ മൂലമുണ്ടാകുന്ന ലിസ്റ്റീരിയോസ് സാധാരണഗതിയിൽ ഗുരുതരമായ ഒരു രോഗമല്ല. എന്നാൽ സ്വയം പ്രതിരോധ ശേഷി കുറവുള്ളവരിൽ ഇത് മാരകമായി മാറിയേക്കാം. ഇതോടെയാണ് FSI ഗൗരവമായ മുന്നറിയിപ്പ് നൽകിയത്. പ്രവാസി കേരള കോൺഗ്രസ് UK നേതൃയോഗം ഭാരവാഹി തിരഞ്ഞെടുപ്പും ഉദ്ഘാടനം ചെയ്ത് കേരള കോൺഗ്രസ് സ്റ്റേറ്റ് കോർഡിനേറ്റർ അബു ജോൺ ജോസഫ്. വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമായി കുടിയേറ്റം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സുശക്തമായ ഒരു നവകേരള സൃഷ്ടിക്ക് പ്രവാസി സമൂഹത്തിന്റെ പിന്തുണ അനിവാര്യമാണെന്ന് കേരള കോൺഗ്രസ് സ്റ്റേറ്റ് കോർഡിനേറ്റർ അബു ജോൺ ജോസഫ് വ്യക്തമാക്കി. UK-യിൽ പ്രവാസി കേരള കോൺഗ്രസ് UK നേതൃയോഗവും ഭാരവാഹി തിരഞ്ഞെടുപ്പും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അബു ജോൺ ജോസഫ്. പ്രവാസി സമൂഹത്തിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും കേരളത്തിന്റെ പുരോഗതിയുമായി പ്രവാസികളുടെ പിന്തുണ ഉറപ്പാക്കുന്നതിൽ കേരള കോൺഗ്രസ് പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ്. ലോകമെമ്പാടുമുള്ള കേരള കോൺഗ്രസ് കുടുംബാംഗങ്ങളെ ചേർത്ത് നിർത്തുന്നതിനാണ് UK, US, ഓസ്ട്രേലിയ, ഗൾഫ്, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ തുടങ്ങിയതിലൂടെയെല്ലാം പ്രവാസി കേരള കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതെന്നും അബു വ്യക്തമാക്കി. തുടർന്ന് നടന്ന ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ ബിജു മാത്യു ഇളംതുരുത്തിയിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. മുൻ KSC ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന സെക്രട്ടറി തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ ടോണ്ടൻ മലയാളി അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി കൂടിയാണ് ബിജു. ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ജിപ്സൺ തോമസ് എട്ടുതൊടിയിൽ യുക്മ സൗത്ത് ഈസ്റ്റേൺ റീജിയൻ പ്രസിഡന്റ് കൂടിയാണ്. മുൻകാലങ്ങളിൽ KSC തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ്, യുക്മ സൗത്ത് ഈസ്റ്റേൺ റീജിയണൽ ജനറൽ സെക്രട്ടറി, മലയാളി അസോസിയേഷൻ റെഡ് ഹിൽ സറേ സെക്രട്ടറി, സീറോ മലബാർ സഭ മിഷൻ ട്രസ്റ്റി തുടങ്ങിയ പദവികളും ജിപ്സൺ വഹിക്കുന്നുണ്ട്. വൈസ് പ്രസിഡന്റായി ജോസ് പരപ്പനാട്, നാഷണൽ കോർഡിനേറ്ററായി ബിനോയ് പൊന്നാട്ട്, ജോയിന്റ് സെക്രട്ടറി റെജി തോമസ് ഉഴുന്നാൽ, ട്രഷറർ വിനോദ് ചന്ദ്രപ്പള്ളി എന്നിവരെയും തിരഞ്ഞെടുത്തു. എയർ ബസിലും പണിമുടക്ക് വരുന്നു.
UK ആയിരക്കണക്കിന് എയർബസ് തൊഴിലാളികൾ സെപ്റ്റംബറിൽ തുടർച്ചയായി 10 ദിവസം പണിമുടക്ക് പ്രഖ്യാപിച്ചതോടെ വിമാന നിർമ്മാണ മേഖല തടസ്സപ്പെടുമെന്ന സൂചന. യുണൈറ്റഡ് യൂണിറ്റ്സിന്റെ നേതൃത്വത്തിൽ വടക്കൻ വെയിൽസിലെ ബ്രോട്ടണിലും ബ്രിസ്റ്റലിനും അടുത്തുള്ള ഫിൽട്ടണിലുമുള്ള കമ്പനികളുടെ ഫാക്ടറികൾ സെപ്റ്റംബർ 2 ആരംഭിച്ച് മാസം മുഴുവനും 2 ദിവസത്തെ വീതമാണ് പണിമുടക്കുകൾ നടത്താൻ പദ്ധതിയിട്ടിട്ടുള്ളത്. 8500 തൊഴിലാളികൾ ജോലി ചെയ്യുന്നു. 2 സൈറ്റുകളിലുമായി 3000-ലധികം എയർബസ് ഫിറ്റർമാർ, എഞ്ചിനീയർമാരെയും യൂണിയൻ പ്രതിനിധീകരിക്കുന്നുണ്ട്. കമ്പനിയിലെ 90% അംഗങ്ങളും വ്യാവസായിക നടപടി അനുകൂലിച്ച് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നും എയർബസ് അധികൃതർ ശമ്പള ഓഫർ മെച്ചപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പണിമുടക്കുകൾ തുടരുമെന്നും യുണൈറ്റഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഫ്രഞ്ച് മോഡൽ തിരിച്ചുവിടൽ കരാർ ഇറാഖുമായി. അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നതിനുമുള്ള ഇറാഖുമായുള്ള UK സർക്കാരിന്റെ കരാർ ചെറിയ ബോട്ടുകളുടെ നിയമവിരുദ്ധ വരവിനെ തടയുകയും ബ്രിട്ടീഷ് അതിർത്തികൾ സുരക്ഷിതമാക്കുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. ആളുകളെ കള്ളക്കടത്തുകാർ ഉപയോഗിക്കുന്ന ബിസിനസ് മാതൃക തകർക്കാൻ റൈഹാൻ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ട്. അത് സാധ്യമാക്കുന്നതിന് താൻ നമ്മുടെ സഖ്യകക്ഷികളുമായി സംയുക്ത നടപടി സ്വീകരിക്കുകയാണ് എന്നും സ്റ്റാമർ എക്സിൽ കുറിച്ചു. ഫ്രാൻസുമായുള്ള UK കരാറിന്റെയും പുതുക്കിയ അന്താരാഷ്ട്ര സഹകരണത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇറാഖുമായുള്ള ശക്തിപ്പെടുത്തിയ പങ്കാളിത്തം ചെറിയ ബോട്ടുകളുടെ വരവിനെ തടയുകയും നമ്മുടെ അതിർത്തികൾ സുരക്ഷിതമാക്കുകയും ചെയ്യുമെന്നും സ്റ്റാമർ പറഞ്ഞു. വായിക്കുന്നതിന് ഇനി വാറ്റില്ല. കൂടുതൽ ആളുകളെ വായിക്കാൻ പ്രേരിപ്പിക്കുന്നതിനായി പുസ്തകങ്ങൾക്ക് വാറ്റ് ഈടാക്കുന്നത് നിർത്താൻ തീരുമാനമെടുത്ത് ഡെൻമാർക്ക്. പുസ്തകങ്ങൾക്ക് രാജ്യത്തെ 25% എന്ന നികുതി നിരക്ക് ലോകത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. ഈ നയം ഡെൻമാർക്കിൽ വർദ്ധിച്ചു വരുന്ന വായനാ പ്രതിസന്ധിക്ക് കാരണമാകുമെന്നും സർക്കാർ വിശ്വസിക്കുന്നു. തന്റെ ബഡ്ജറ്റ് ബില്ലിൽ പുസ്തകങ്ങളുടെ നികുതി നീക്കം ചെയ്യാൻ സർക്കാർ നിർദ്ദേശിക്കുമെന്നും സാംസ്കാരിക മന്ത്രി ജേക്കബ് എംഗൽ പ്രഖ്യാപിച്ചു. ഈ നീക്കത്തിന് പ്രതിവർഷം 330 മില്യൺ ക്രോണർ ചിലവ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്കാർഫ് ധരിച്ച് നാസി ക്യാമ്പിൽ കയറേണ്ടെന്ന് ജർമ്മനി. പലസ്തീൻ കഫിയെ സ്കാർഫ് ധരിച്ചവർക്ക് പ്രവേശനം നിഷേധിക്കാൻ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പ് സ്മാരകത്തിന് അവകാശമുണ്ടെന്ന് ജർമ്മനിയിലെ തുരുങ്കിയെ ഉന്നത ഭരണകോടതി വിധിച്ചു. ബുച്ചൻവാർഡ് കോൺസെൻട്രേഷൻ ക്യാമ്പ് സ്മാരകത്തിലേക്ക് കെഫിയെ ധരിച്ച് പ്രവേശനം അനുവദിക്കണമെന്ന ഒരു വനിതയുടെ അഭ്യർത്ഥന ബുധനാഴ്ച കിഴക്കൻ സംസ്ഥാനമായ തുരുങ്കിയിലെ ഉന്നത ഭരണകോടതി നിരസിച്ചു. ഏപ്രിൽ ക്യാമ്പ് വിമോചനത്തിന്റെ 80ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ഒരു അനുസ്മരണ പരിപാടിയിൽ സ്കാർഫ് ധരിച്ച് പങ്കെടുക്കാൻ ശ്രമിച്ചപ്പോൾ ആ സ്ത്രീയെ തിരിച്ചയച്ചതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തുടർന്ന് ഈ ആഴ്ച മറ്റൊരു അനുസ്മരണ പരിപാടിക്കായി കഫിയെ ധരിച്ച് സ്മാരകത്തിലേക്ക് മടങ്ങാൻ അനുവദിക്കണമെന്നും അവർ കോടതികളിൽ അപേക്ഷിക്കുകയായിരുന്നു. പോളണ്ടിൽ പൊട്ടിത്തെറിച്ച ഡ്രോൺ റഷ്യയുടേത് തന്നെ. പോളണ്ടിൽ പൊട്ടിത്തെറിച്ച ഡ്രോൺ റഷ്യ വിക്ഷേപിച്ചതെന്ന് പോളിഷ് സായുധ സേന ഓപ്പറേഷണൽ കമാൻഡിന്റെ ഡെപ്യൂട്ടി കമാൻഡർ ജനറൽ ഡാരിസ് മാലിനോവ്സ്കി. ചൈനീസ് നിർമ്മിത എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു സൈനിക ഡ്രോണായിരുന്നു ഇതെന്ന് മാലിനോവ്സ്കി വെളിപ്പെടുത്തി. ഈ തരം ഡ്രോണുകൾ വിക്ഷേപിക്കുന്ന സ്ഥലങ്ങൾ റഷ്യൻ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നതിനാൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ വിലയിരുത്തലെന്നും അദ്ദേഹം പറഞ്ഞു. പോളണ്ടിന്റെ വ്യോമാതിർത്തി മനഃപൂർവ്വം ലംഘിച്ചതാണോ അതോ ഉക്രൈനെ ലക്ഷ്യം വെച്ചുള്ള ഡ്രോണിന്റെ തകരാറാണോ എന്ന് വ്യക്തമല്ലെന്നും മാലിനോവ്സ്കി കൂട്ടിച്ചേർത്തു. മോൾഡോവയിൽ 8 ഡ്രോൺ ആക്രമണ സംഭവങ്ങളിലും റൊമേനിയയിലെ 3 സംഭവങ്ങളിലും ലിത്വാനിയയിലെ 3 സംഭവങ്ങളിലും ലാത്വിയയിലെ 2 സംഭവങ്ങളിലും ബൾഗേറിയയിലെ ഒരു ഡ്രോൺ സംഭവത്തിലും റഷ്യയാണെന്നും എന്നാൽ അവർ അത് സമ്മതിക്കില്ലെന്നും പോളിഷ് മന്ത്രി കോസിയാനിക് കാമിസ് വ്യക്തമാക്കി. മോങ്സ് പാർക്കിൽ ഐസ്ക്രീം മാനെ കുത്തിക്കൊന്നു. 2 പേർ പിടിയിൽ. വടക്കു പടിഞ്ഞാറൻ ലണ്ടനിലെ വെബ്ലിയിലെ മോങ്സ് പാർക്കിൽ പട്ടാപ്പകൽ ഷസാദ് ഖാൻ എന്ന പ്രദേശത്തെ പേരുകേട്ട ഐസ്ക്രീം വിൽപ്പനക്കാരനെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. ബുധനാഴ്ച പുലർച്ചെ കൊലപാതക കുറ്റം ചുമത്തി 26 വയസ്സുള്ള ഒരാളെയും കൊലപാതക ഗൂഢാലോചന നടത്തിയതിന് 31 വയസ്സുള്ള ഒരു സ്ത്രീയെയും അറസ്റ്റ് ചെയ്തു. ഇരുവരും ഇപ്പോഴും കസ്റ്റഡിയിലാണ്. ചൊവ്വാഴ്ച വൈകുന്നേരം 6 മണിക്ക് ശേഷം ഒരു ഐസ്ക്രീം കച്ചവടക്കാരന് മോങ്സ് പാർക്കിൽ കുത്തേറ്റതായി റിപ്പോർട്ട് ലഭിച്ചതായും മെട്രോപൊളിറ്റൻ പോലീസ് വ്യക്തമാക്കി. കുത്തേറ്റ ഒരാൾക്ക് ചികിത്സ നൽകിയെങ്കിലും അയാൾ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചുവെന്നും പോലീസ് പറഞ്ഞു. കഴിഞ്ഞ 1 വർഷമായി പാർക്കിൽ തന്റെ വാനിൽ ഐസ്ക്രീം കച്ചവടം നടത്തി വരികയായിരുന്നു 41-കാരനായ ഷസാദ് ഖാൻ. മീൽ ഡീലിന് വില വർദ്ധിപ്പിച്ച് ടെസ്കോ. ഉപഭോക്താക്കൾക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ടെസ്കോ ജനപ്രിയ മീൽ ഡീലിന്റെ വില 4 പൗണ്ടിൽ നിന്നും 4.25 പൗണ്ടായി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം പിൻവലിക്കണമെന്ന ഉപഭോക്താക്കളുടെ ആവശ്യം ശക്തമാകുന്നു. ക്ലബ് കാർഡുള്ള ഉപഭോക്താക്കൾക്ക് ഡീലിന്റെ വില നിലവിലെ 3.60 പൗണ്ട് എന്നതിൽ നിന്നും 3.85 പൗണ്ടായി വർദ്ധിക്കും. ടെസ്കോയിലെ ഒരു ജീവനക്കാരൻ പുതുക്കിയ ഷെഫ് ലേബലുകൾ ഓൺലൈൻ വഴി പങ്കുവച്ചതോടെയാണ് വില വർധനവിന്റെ വിവരം പുറത്തറിയുന്നത്. UK പോത്തിറച്ചി കാണാനില്ല.
അടുത്തിടെ UK-യിൽ ഏറ്റവും വില കൂടിയത് പോത്തിറച്ചിക്ക്. പോത്തുകളുടെ ഇൻഷുറൻസ് തുക ഇരട്ടിയാക്കി ഇൻഷുറൻസ് കമ്പനികളുടെ നടപടി. പോത്തിറച്ചി ഉൽപാദനം കുത്തനെ ഇടിയുന്നതിനുമാണ് വില കുത്തനെ ഉയരാൻ കാരണം. നിലവിൽ UK-യിലെ പല ഭാഗത്തും ഇറച്ചി വിതരണക്കാരുടെ കയ്യിൽ വേണ്ടത്ര മാംസം സ്റ്റോക്കില്ല. UK-യിൽ ഈ വർഷം പോത്തിറച്ചി ഉൽപാദനം 13,000 ടൺ മാത്രമായിരുന്നു. ഇത് മൊത്ത ഉൽപാദനത്തിൽ 3% കുറവാണ് കാണിക്കുന്നത്. വരും മാസങ്ങളിലും പോത്തിറച്ചിക്കുള്ള മാംസ ലഭ്യത കുറവായിരിക്കുമെന്നാണ് ഉൽപാദകർ വ്യക്തമാക്കുന്നത്. നോർത്ത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും ഗുണനിലവാരം മോശമെന്ന റിപ്പോർട്ട് ലഭിച്ചതിനാൽ പോത്തിറച്ചി ഇറക്കുമതി ചെയ്യാനുള്ള ശ്രമങ്ങളും തടസ്സപ്പെട്ടിരിക്കുകയാണ്. മോശം സാഹചര്യത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇവിടങ്ങളിലെ ഇറച്ചിക്ക് ബ്രിട്ടനിലെ ഗുണനിലവാരം ഉറപ്പാക്കാനാകില്ല എന്നതാണ് ഇതിന്റെ കാരണമായി ട്രേഡ് യൂണിയനുകൾ വ്യക്തമാക്കുന്നത്. ഓസ്ട്രേലിയയിൽ നിന്നും കൂടുതൽ പോത്തിറച്ചി ഇറക്കുമതി നടക്കുന്നുണ്ടെങ്കിലും അത് ആവശ്യത്തിന്റെ ചെറിയൊരു അംശം പോലും ആകുന്നില്ല. അതേസമയം കഴിഞ്ഞ വർഷം 1,600 പൗണ്ടിന് ഇൻഷുറൻസ് ചെയ്ത ഒരു പോത്തിനെ ഇത്തവണ 3,000 പൗണ്ടിന് ഇൻഷുറൻസ് ചെയ്യേണ്ടി വരുമെന്നും കമ്പനികൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കർഷകർക്ക് ഉയർന്ന വില ഈടാക്കേണ്ടി വരുമെന്ന സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ്. യുണൈറ്റഡ് സ്പോർട്സ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഈ മാസം 25-ന്. യുണൈറ്റഡ് സ്പോർട്സ് ക്രിക്കറ്റ് ക്ലബിന്റെ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഈ മാസം 25-ന് നടക്കും. തിങ്കളാഴ്ച പീറ്റർബഗോറിലെ ഹാംപ്ടൺ ക്രിക്കറ്റ് ക്ലബിൽ വെച്ച് മത്സരത്തിലെ വിജയികൾക്ക് 1,000 പൗണ്ട് LGR കപ്പുമാണ് സമ്മാനമായി ലഭിക്കുക. 500 പൗണ്ടാണ് രണ്ടാം സമ്മാനം. ബെസ്റ്റ് ബാറ്റ്മാൻ, ബെസ്റ്റ് ബൗളർ, ബെസ്റ്റ് വിക്കറ്റ് കീപ്പർ, മാൻ ഓഫ് ദി ടൂർണമെന്റ് പുരസ്കാരങ്ങളും ഉണ്ടാകും. ഇനി പൗണ്ട് റേറ്റ്. ആനന്ദ് ട്രാവൽ പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 116.97 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 101.29 ഇന്ത്യൻ രൂപ. ഒരു US ഡോളർ 86.97 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.34 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 62.65 ഇന്ത്യൻ രൂപ. മോർണിംഗ് ന്യൂസ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.